നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. CPIMകാരായ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കിയെന്ന് KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് സംവിധാനം മുഴുവൻ ഹൈജാക്ക് ചെയ്തു. അവരെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞ കാര്യം, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം, ഈ ഡിലേ വന്ന ബൂത്തുകളിൽ 90% UDF മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. ഇത് കൂട്ടി വായിക്കേണ്ടത് ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്കിയായിരുന്നു. BJPയുമായി ഡീൽ ഇല്ലെങ്കിൽ CPIM രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് K മുരളീധരൻ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71.16% പോളിംഗ്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറഞ്ഞതിൽ മുന്നണികളിൽ ആശങ്ക. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച. EP ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച ചർച്ചയാകും. കൂടിക്കാഴ്ച നിഷ്കളങ്കമല്ലെന്ന് തോമസ് ഐസക്. മുഖ്യമന്ത്രി അറിയാതെ സന്ദർശനം നടക്കില്ലെന്ന് KC വേണുഗോപാൽ. കോഴിക്കോട് ഫറൂഖിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരു മരണം, 18 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് ഉടുപ്പിയിലേക്ക് പോയ ബസ്. കൊല്ലം അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്ക് ദുരിതം. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തത് പ്രതിസന്ധി. രാത്രിയിൽ ഫാർമസി ഇല്ലാത്തതിനാൽ മരുന്ന് വാങ്ങാനും നിർവാഹമില്ല. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഡൽഹി മുംബൈയെ നേരിടും. ലക്നൌ സൂപ്പർ ജയൻസ് രാജസ്ഥാനോട്.